അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് ഇങ്ങനെ ഒരു ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു മജ്ലിസാണ് ഇതല്ലേ. പാപങ്ങൾ പുറത്തു തരുന്ന ഒരു മജ്ലിസാണ്. അപ്പം ഇന്ന് ഇൻട്രൊഡക്ഷൻ സെഷൻ പാർട്ട് 2 നമ്മൾ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇൻട്രൊഡക്ഷൻ കഴിയും, നാളെ ഫാത്തിഹ സ്റ്റാർട്ട് ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഖുർആൻ അല്ലേ. ഖുർആൻ നമ്മളെ വീട്ടിലുണ്ട്. നമ്മൾ എല്ലാവരും ഖുർആൻ ദിവസേന പാരായണം ചെയ്യുന്നവരാണ്, പഠിക്കുന്നവരാണ് അല്ലേ, ഹിഫ്ളാക്കുന്നവരാണ്, ഖതം തീർക്കുന്നവരാണ്. പക്ഷേ ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തെ മാറ്റാൻ പറ്റിയിട്ടുണ്ടോ? മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഖുലുഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാനൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആൻ ആയിരുന്നു. അങ്ങനെ ഖുർആൻ സ്വഭാവമാവണമെങ്കിൽ ഖുർആൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അക്കാഡമിക് കോഴ്സ് ആയിട്ടല്ല. ഇത് പഠിച്ച് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഒരു കോഴ്സ് പോലെയല്ല. പക്ഷേ ഈ ഖുർആനിനെ കൊണ്ട് നമ്മുടെ ജീവിതത്തിനെ നമ്മൾ മാറ്റണം അല്ലേ. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മളെ ക്യാരക്ടറിൽ, നമ്മളെ സംസാരത്തിൽ അല്ലേ, നമ്മുടെ ഫാമിലിയോടായിട്ടുള്ള അപ്രോച്ച്, നമ്മളെ മക്കള്, ഭർത്താവ്, പാരൻസ്, സിബ്ലിങ്സ്, നെയ്ബേഴ്സ് എല്ലാവരുടെ അടുത്തുള്ള നമ്മളെ ആ ഒരു അപ്രോച്ച്, അതിന് മാറ്റം വരുത്തണം. ഖുർആനികമായിട്ടുള്ള മാറ്റം വരുത്തണം. ഖുർആന് റബിയ ഖൽബി വ നൂറ സ്വദരി വ ജലാ ഹുസ്നി വ സഹാബ ഹമ്മി, ഹൃദയത്തിന്റെ വസന്തവും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രകാശവും വിഷമങ്ങളെ ദൂരീകരിക്കുന്നതും നമ്മുടെ ആകാംക്ഷകൾക്ക് ഒരു ആശ്വാസമായി മാറണം അല്ലേ. അങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു വെളിച്ചമായിട്ട് മാറണം. ആ വെളിച്ചം നമ്മുടെ ചുറ്റിലുള്ളവർക്കും എത്തണം. അതുകൊണ്ട് നമ്മൾ എല്ലാവരും സ്ഥിരമായിട്ട് ഈ ഒരു ദുആ പ്രാക്ടീസ് ചെയ്യണം, ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ തജഅൽ ഖുർആന റബിയ ഖൽബി വ നൂറ സ്വദ്രി വ ജലാ ഹുസ്നി വ സഹാബ ഹമ്മി. ഈ ഒരു കോഴ്സ് ചെയ്യുമ്പം നമുക്ക് കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് അല്ലേ. അതായത് നമുക്ക് 100,000 റീസൺസ് ഉണ്ടാവും ഈ ക്ലാസ് ഒഴിവാക്കാൻ. ആ തിരക്ക്, ഈ തിരക്ക്, അവിടെ പോണം, ഇവിടെ പോണം, അത് മറന്നുപോയി, ഇത് മറന്നുപോയി അല്ലേ. ആ സമയത്ത് എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ കുറേ ഒഴിവുകൾ ഉണ്ടാവും. ആ ഒഴിവുകളിൽ നമ്മൾ മാറ്റണം. നമ്മളൊരു മൈൻഡ് സെറ്റിലായിരിക്കണം. അതായത് നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. കാരണം നമ്മളെ സാധാരണ ലൈഫിൽ, ഐഹിക ജീവിതത്തിൽ നമ്മൾ കുറേ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഉമ്മയാണ്, ഭാര്യയാണ്, മകളാണ്, സഹോദരിയാണ്. നമ്മൾ ഓരോ പോസ്റ്റിലും പലതര കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മക്കളുടെ എക്സാം ആയാലും, ഭർത്താവിൽ ഓഫീസിൽ പോകണ്ടായാലും, നമ്മൾ വർക്ക് ചെയ്യുന്ന വിമൻ ആയാലും അല്ലേ, നമ്മളെല്ലാം ഫുഡ് റെഡിയാക്കി എല്ലാം ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ട് അത്രയും അഡ്ജസ്റ്റ്മെന്റിലൂടെ നമ്മൾ പോകുന്നത് അല്ലേ. പക്ഷേ നമ്മൾ അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യാണ്ട് ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും നമ്മൾ മരണം വരെ മാത്രമേ അതിന് ആയുസുള്ളൂ. മരിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു പോകേണ്ട ആൾക്കാരാണ്. നമ്മൾ തിരിച്ചു പോവാൻ വേണ്ടിക്ക് വന്ന ആൾക്കാരാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിക്ക് അമലുകൾ വാരിക്കൂട്ടാന്, അതിലേക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിക്കാണ് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് അല്ലേ. നമ്മളിവിടെ സ്ഥിരതാമസത്തിന് വന്ന ആൾക്കാരല്ല അല്ലേ. നമ്മൾ പോകുമ്പോ നമ്മളിപ്പോ സ്വർഗത്തില് നമ്മൾ ആ ജീവിതം, ആ ഒരു ലൈഫ് സ്പാൻ നോക്കിയിട്ട് ഈ നമ്മൾ ദുനിയാവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ ഷോർട്ട് പീരീഡാ, ഒരു ബ്രേക്ക് പോലെയാ. അത് നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോ അൽജി ഇലാ റബ്ബിക റാളിയതൻ മർളിയ, നിന്റെ രക്ഷിതാവിലേക്ക് തൃപ്തി ലഭിച്ചും കൊണ്ടും നീ മടങ്ങി ചെല്ലുക എന്ന് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾക്ക് ഉൾപ്പെടണ്ടേ. അള്ളാഹു സുബ്ഹാനഹു വ തആല അക്കൂട്ടരിൽ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം ഒരു കമ്മിറ്റ്മെന്റ് വേണം. യെസ്, ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഈ കോഴ്സിൽ ഇവരുടെ കൂടെ ഉണ്ടാവും, എനിക്ക് ഇതെന്തായാലും ചെയ്യണം. അത് നമുക്ക് സ്വന്തം നമ്മളെ തീരുമാനമായിരിക്കണം, നമുക്കത് നിർബന്ധമായിരിക്കണം.
നെക്സ്റ്റ്, ഇത് കേൾക്കുമ്പോഴേക്കും എനിക്ക് ഇപ്പം തന്നെ ഇത്ര വലിയ കമ്മിറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലേ, നമ്മൾക്ക് ഈ ഗൈഡൻസിന് വേണ്ടിക്ക്, ഹിദായത്തിന് വേണ്ടിക്ക് നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ടേക്ക് കെയർ ചെയ്യും. ദുആ ചെയ്യാം, അല്ലെ? അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലെ? അപ്പൊ നമ്മൾ അതിൽ വിശ്വസിക്കുന്നുണ്ട്, അല്ലെ? അള്ളാഹുവിന് എല്ലാം സാധ്യമാണ്, അല്ലെ? അപ്പൊ എല്ലാം സാധിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു ഇതിലേക്ക് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടും നമുക്ക് വഴി കാണിക്കണമെന്ന് അള്ളാഹുവോട് ദുആ ചെയ്യാ, നമ്മളെ മൈൻഡിന് സെറ്റ് ചെയ്യാം. കാരണം വെറുതെ ദുആ ചെയ്തിട്ട് കാര്യമില്ല, നമ്മളും അതിന് റെഡി ആയിരിക്കണം, അല്ലേ? നെക്സ്റ്റ്, ഇതിനു മുമ്പ് നമ്മൾ എന്തെല്ലോ പിന്നെ ലൈക്ക് നമ്മൾ പുതിയൊരു ഒരു ഒരു പുതിയൊരു ബോർഡ്, ഒരു വൈറ്റ് ബോർഡ് എടുത്ത് വെക്കുന്ന രീതിയിലായിരിക്കണം. കാരണം ഇതിനു മുമ്പ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾക്ക് മറന്നിട്ട് ബിഗിനിങ്, ഒരു പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും, ഒരു പുതിയൊരു ബുക്ക് വാങ്ങിയിട്ട് നമ്മൾ എഴുതാൻ തുടങ്ങി. നമ്മളെ ലൈഫ് നമ്മൾ അങ്ങനെ ആ രീതിയിലേക്ക് മാറ്റാൻ പോയെന്ന്. എങ്ങനെ? ഖുർആൻ അനുസരിച്ചിട്ട്, അല്ലേ? നമ്മള് ഒരു മെഷീൻ വാങ്ങി, ആ മെഷീന് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു യൂസർ മാനുവൽ വായിച്ചിട്ടാണ് ആ മെഷീനെ വർക്ക് ചെയ്യിപ്പിക്കുക. നമ്മൾ ഇഷ്ടം പോലെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കേട് വരും. അങ്ങനെയുള്ള ഒരു യൂസർ മാനുവലാണ് ഖുർആൻ. നമ്മളെ ജീവിതം എങ്ങനെയായിരിക്കണം, നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് നമ്മൾക്ക് ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് ഇനി നമ്മളെ ജീവിതം മാറ്റാൻ പോവുകയാണ്, അല്ലേ? അപ്പോ നിങ്ങൾ മനസ്സിലെല്ലാരും ഒരു 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 തീരുമാനത്തിലെത്താം. ഇത് എന്നോടാണ് പറയുന്നത്, ഈ ഖുർആനിലൂടെ എനിക്കാണ് മാറാനുള്ളതെന്ന് ചിന്തിക്കാം. ഓക്കെ, നമ്മളിങ്ങനെ ക്ലാസ്സസ് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് ഇന്നാളാണ് കേൾക്കുന്നുണ്ട്, ഇത് മറ്റൊരാളാണ് കേൾക്കേണ്ടത്, നമുക്ക് അങ്ങനെ കുറെ ചിന്ത വരും. അതെല്ലാം മാറ്റിവെക്കുക. ഇത് എന്നോടാണ് പറയുന്നത്, എനിക്കാണ് മാറേണ്ടത് എന്ന് ചിന്തിച്ചിട്ട് ആ ഒരു തീരുമാനത്തിൽ മുന്നോട്ട് പോവാ, ക്ലാസ്സുകൾ കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, പക്ഷെ സ്വാഭാവികമാണ്, നമുക്ക് നല്ലൊരു ഇന്റൻഷനിൽ നമ്മൾ ചിന്തിക്കും, അവർക്കും കൂടി ഒരു ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരും കൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂല, അവരുടെ ജീവിതം അവർക്ക് മാറ്റാൻ പറ്റുമല്ലോ, നല്ല ഇന്റൻഷനിലാണെങ്കിലും അള്ളാഹോട് ദുആ ചെയ്യുക. നമ്മൾ ഇവിടെ എത്തിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവരും ഇവിടെ എത്തിക്കാം. എല്ലാവർക്കും ഓരോ ടൈം ഉണ്ട്. നമ്മൾ ഇന്നാ എത്തിയത്, അല്ലേ? ഇത്രയും കാലം നമ്മൾ എവിടെ ആയിരുന്നു? അതുപോലെ അവർക്കും ഒരു ടൈം ഉണ്ട് എത്താൻ. ദുആ ചെയ്യാം, ഹിദായത്തിന് വേണ്ടിക്ക് ദുആ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾക്ക് കിട്ടുന്ന ഓരോ ലെസണും ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്ത് ചിലപ്പോൾ മാറ്റേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത് കൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇത് ഞാൻ ഓൾറെഡി ചെയ്യുന്ന കാര്യമാണെന്നല്ല, ഇനിയിപ്പോ എനിക്കൊന്നും മാറ്റാനില്ല. അങ്ങനത്തെ കിബിറ് വേണ്ട. നമുക്കൊരു കാര്യം, ഒരു ഇൽമ നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മളെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ഈ ഇൽമ എത്തിച്ചേരുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ മാറാൻ തയ്യാറാവുക. അപ്പൊ നമുക്ക് എന്തെല്ലാം മാറ്റം വരുത്തേണ്ടത് എന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മാറ്റാൻ ശ്രമിക്കാം. ഓക്കെ, പക്ഷെ ഇതിനെല്ലാം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ മാറാൻ റെഡി ആയിരിക്കണം. ഓക്കെ, അള്ളാഹുവിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് മാറാൻ നമ്മൾ റെഡി ആയിരിക്കണം. ഇനി നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുറേ സംശയങ്ങൾ ഉണ്ടാവാം. ഓക്കെ, കുറേ അപ്പൊ ആ സംശയങ്ങൾക്ക് നിങ്ങൾ ബേജാറാവണ്ട, ആരോടാ ചോദിക്കേണ്ടതെന്ന് ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ ഖുർആനിൽ തന്നെ അതിന്റെ ഉത്തരം കിട്ടും. നമ്മൾ ഖുർആനിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, അതും അതിലെ ഖുർആൻ നമ്മൾക്ക് കിട്ടല്ലേ. നമ്മൾ ഷിഫക്ക് വേണ്ടിക്കാണെങ്കിൽ ഖുർആൻ ഷിഫയാവും, അറിവിന് വേണ്ടിക്കാണെങ്കിൽ ഖുർആൻ അറിവാവും, അല്ലെ? സമാധാനത്തിന് വേണ്ടിക്കാണ് ഖുർആൻ സമാധാനം തരും. അപ്പൊ നമ്മൾ ഇന്റൻഷൻ അനുസരിച്ചിട്ടാണ് ഖുർആൻ നമുക്ക് ഇൽമു തരുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് അപ്പോ നമുക്കൊരു സംശയം, എനിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അള്ളാഹോട് ചോദിക്കുക, അള്ളാഹോട് പറയാം. അപ്പൊ അള്ളാഹു ഒന്നിക്കല് നമുക്ക് വേറെ ആരിലൂടെയും നമുക്ക് അതിന് ഉത്തരം തരും. കുറെ ആൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാളെ സംസാരത്തിൽ നമുക്ക് അതിന് ഉത്തരം കിട്ടും, വേറെ ഏതെങ്കിലും ക്ലാസ്സിലായിരിക്കും, വേറെ എന്തെങ്കിലും സിറ്റുവേഷനിലായിരിക്കും. അത് നമ്മൾ ചിന്തിക്കുമ്പോൾ, ശരിക്കും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കും. നിങ്ങളെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഓർമ്മയില്ലായിട്ടാ. നമ്മൾ ഓരോ കാര്യം നമ്മൾ ലൈഫിൽ നടക്കുമ്പോൾ അത് അള്ളാഹുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോഴേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അള്ളാഹു അമ്മ വിചാരിക്കാണ്ട് തന്നെ ചില കാര്യങ്ങൾ ചോദിക്കാണ്ട് തന്നെ നമുക്കൊരു ഉത്തരം കിട്ടുന്ന ഒരു സംഭവം ഉണ്ട്. സുബ്ഹാനല്ലാഹ്, അത് ഭയങ്കര ഒരു ഫീലിംഗാ. അത് അവരും അറിഞ്ഞിട്ടുണ്ടാവില്ല ആ ഉത്തരം നമുക്ക് തന്നത്. അവരിലൂടെ നമുക്ക് തന്നത് അവരും അറിഞ്ഞിട്ടുണ്ടാവില്ല, അവരറിയാതെ ആയിരിക്കും നമുക്ക് ആ ഉത്തരം അവരിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടാവാം. സുബ്ഹാനല്ലാഹ്.
അപ്പം ഈ ഖുർആൻ നമ്മൾ അറിയാതെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. ഈ ഖുർആന്റെ ബ്യൂട്ടി നമ്മൾ ആ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളെ മനസ്സിൽ നിന്ന് സുബ്ഹാനല്ലാഹ് നമ്മൾ പറഞ്ഞു. അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു യാത്ര. അപ്പം വീണ്ടും ഞാൻ പറയുന്നത്, ജഡ്ജ്മെന്റോ ബ്ലെയിമിങ്ങോ വേണ്ട. ഞാനിപ്പം ഈ ഖുർആൻ ക്ലാസ് കേൾക്കുന്ന ആളായി, എനിക്ക് ഹിദായത്ത് കിട്ടി, ഞാൻ ഇങ്ങനെ ഇൽമ നേടുന്ന ആളായി, ഞാൻ ഭയങ്കര സംഭവമാണ്, അവര് മോശാന്ന് ചിന്തിക്കുന്ന ആ ഒരു പരിപാടി ഇവിടെ വേണ്ട. ഓക്കെ? കാരണം നമ്മൾക്ക് ഒരിക്കലും ഒരു ബുക്കിനെ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നല്ല. ഒരു ബുക്കിനെ നമുക്ക് ഒരിക്കലും ഒരു കവർ നോക്കിയിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. അവരും അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ ചിലപ്പം നമ്മളെ കാട്ടിയും ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നമുക്കറിയില്ല. അവർക്ക് നമസ്കാരത്തിൽ കിട്ടുന്ന ഖുശു നമ്മൾക്ക് കിട്ടുന്നതിനെക്കാട്ടി എത്രയോ ബെറ്റർ ആയിരിക്കും. അതും നമുക്കറിയില്ല. ഒരിക്കലും ഒരാളെയും ബ്ലെയിം ചെയ്യാൻ പാടില്ല, അല്ലേ? പിന്നെ വേറൊന്ന്, നമ്മള് മാറാന് റെഡിയായിട്ട് പിന്നെ ഹിദായത്തിന് വേണ്ടിക്കാൻ നമ്മൾ ഇവിടെ ഓടിയിരിക്കുന്നത്. അള്ളാഹുവോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൽ നിലനിർത്താനും ഇവിടെ കിട്ടുന്ന ഓരോ ഇൽമും നമ്മളെ ജീവിതത്തിൽ പകർത്തിയിട്ട് അമലാക്കാനുള്ള തൗഫീക്കും അള്ളാഹുവിനോട് ഞാൻ ചോദിക്കാം. ഓക്കെ? അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പിന്നെ ക്ലാസ്സസ് നിങ്ങളെ ഫാമിലിയിലായിട്ടോ ആരെങ്കിലും ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ? ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിലേക്ക് തന്നെ വരാൻ വേണ്ടിക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ? അപ്പം നെക്സ്റ്റ് നമ്മൾ ഒരു പുതിയ റിലേഷൻ തുടങ്ങാൻ പോയെന്ന് അള്ളാഹുമായിട്ട്, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വതആലയായിട്ട് ഒരു ന്യൂ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോയെന്ന്. ഓക്കെ? അള്ളാഹു അസ്സമിയാണ്, അൽ ബസീറാണ്, എല്ലാം നമുക്കറിയാം. അള്ളാഹു എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നവനാണെന്ന് നമുക്കറിയാം. പക്ഷെ ആ ഒരു കണക്ഷൻ നമ്മൾ അള്ളായിട്ടുണ്ടോ? നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ഇതെല്ലാം നിർബന്ധ ബാധ്യതയാണ്, അല്ലെ? ഖുർആൻ ഓതണം, നിസ്കരിക്കണം, നിസ്കരിച്ചില്ലെങ്കിൽ കുറ്റം കിട്ടും, അല്ലെങ്കിൽ നരകത്തിൽ പോകും, സ്വർഗത്തിൽ പോകണം, അങ്ങനെയല്ല വിചാരിച്ചു. പക്ഷെ ആ ഒരു സ്നേഹം, ആ ഒരു ഹുബ്, അല്ലെ? ആ ഒരു മുഹബത്ത്, ആ ഒരു കണക്ഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. നമ്മൾ അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ ഭയങ്കര വീക്കാ. അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമില്ലേ, നമ്മൾ നമ്മളെ ഫ്രണ്ട്സിന്റെ അടുത്തോ ഫാമിലിന്റെ അടുത്തോ ഓടി പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് കണക്ട് ചെയ്യുന്നത് അള്ളാഹിട്ടല്ല. എല്ലാം കഴിഞ്ഞ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലാണ് അള്ളാഹുടെ അടുത്ത് ദുആ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ തന്നെ ദുആ ചെയ്യാൻ തന്നെ നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത്. എന്താ നമ്മൾ പറഞ്ഞ അള്ളാഹ് കേൾക്കൂലേ? എന്തോ ബ്ലോക്ക് ഉണ്ടോ? ഇല്ല. അള്ളാഹ് എല്ലാം കേൾക്കുന്നവനാണ്, അല്ലേ? ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്ന് ഒരു പ്രശ്നമായിട്ട്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ അപ്പുറത്തെ റൂമിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞ പ്രശ്നം അപ്പുറത്തെ റൂമിൽ നിൽക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കുന്നില്ല. പക്ഷെ അപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വഹി ഇറക്കി ആ സ്ത്രീന്റെ പ്രശ്നത്തിന് സൊല്യൂഷൻ ആയിട്ട്. ഇപ്പുറത്തെ റൂമിൽ നിൽക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കാത്ത കാര്യം ഏഴാനാകാശത്ത് നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ടു. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. ഏത് കാര്യം അള്ളാഹുമായിട്ട് പറയാൻ, ഫസ്റ്റ് നമ്മളൊരു പ്രശ്നത്തിന് സൊല്യൂഷൻ കാണുന്നത് അള്ളാഹുമായിട്ട് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്ത് എന്ന് വെച്ചിട്ട് നമുക്ക് അസുഖം വരുമ്പോൾ, പനി വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാണ്ട് അള്ളാഹുമായിട്ട് കണക്ഷൻ, അള്ളാഹോട് പ്രാർത്ഥിച്ചിട്ട് നിൽക്കണല്ല. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. അള്ളാഹുവെ നിന്റെ തൗഫീഖ് കൊണ്ട്, അല്ലെ? അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ആ ഡോക്ടർക്ക് അസുഖം പിന്നെ മനസ്സിലാവാനും, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ മരുന്ന് കഴിച്ചിട്ട് അസുഖം മാറണം, അതിനെല്ലാം അള്ളാഹുവിന്റെ തൗഫീഖ് വേണം, അല്ലെ? അപ്പൊ ദുആ ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. കാരണം ഒട്ടകത്തിനെ കെട്ടിയിട്ടിട്ട് തവക്കുൽ ചെയ്യാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, അല്ലെ? അപ്പൊ ആ ഒരു കണക്ഷൻ നമ്മൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ? നമുക്ക് നിസ്കാരം പലപ്പോഴും ഒരു ടാസ്ക്കാണ്, ഒരു ഒരു ബാധ്യത. നിസ്കാരം ഒന്ന് തീർത്തിട്ട് വരട്ടെ, ആ ഒരു മൂഡാ നമുക്ക്, അല്ലെ? അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം തന്നെ. എങ്ങനെയോ ആർക്കോ വേണ്ടി പിടിച്ച് വലിച്ചു പോയിട്ട് നിസ്കരിക്കുന്ന ആ ഒരു ലെവലാണ് നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖുർഅത്ത് ഐനായിരുന്നു നിസ്കാരം, അല്ലേ? ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, നിസ്കാരമാകുന്ന ആ ഒരു മനോഹരമായ ഒരു അവസ്ഥയിലേക്ക് എന്നെ ക്ഷണിക്കൂ. അതായത് ബാങ്ക് കൊടുക്കാൻ സമയം, എനിക്ക് വേഗം ബാങ്ക് കൊടുക്കാൻ, എനിക്ക് നിസ്കരിക്കണം, എനിക്ക് അള്ളാഹുമായിട്ട് കണക്ഷൻ, അള്ളാഹുമായിട്ട് സംസാരിക്കണം, ആ ഒരു ലെവലായിരുന്നു. അപ്പൊ നമുക്കും അങ്ങനെ മാറണം. അള്ളാഹോട് ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മളൊരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളോട് ഓടിയെടുക്കുന്ന. ബാക്കി കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ദുനിയാവിയായ കാര്യങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ അപ്പം കിട്ടണമെന്നില്ല. പക്ഷേ അള്ളാഹുമായിട്ട് അടുക്കുന്ന കാര്യത്തിൽ, അല്ലെ? ഈ ഇൽമിന്റെ കാര്യത്തിലും അള്ളാഹുമായിട്ട് കണക്ഷൻ ബിൽഡ് ചെയ്യുന്ന കാര്യത്തിലും ചോദിച്ചാൽ അള്ളാഹു അന്നേരം തന്നെ തരും.
ഓരോ പ്രാവശ്യം നമ്മൾ നിസ്കാരത്തിൽ നിൽക്കുമ്പോഴും അത് അള്ളാഹുവായിട്ടുള്ള ഡയറക്റ്റ് കണക്ഷനാണ്, അത് സംസാരമാണ്. അള്ളാഹു, നമ്മളെ സൃഷ്ടാവായ അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നതാണ് ഖുർആന്. ആ ഖുർആൻ അള്ളാഹു നമുക്ക് വരുന്ന മെസ്സേജാണ്. ആ ഒരു മോഡൽ നമ്മൾ കണ്ടിട്ട് ചെയ്യാൻ തുടങ്ങുമില്ലേ, എല്ലാം ഭയങ്കര ഭംഗിയായിരിക്കും, എല്ലാത്തിനും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും, നമുക്ക് ഹുഷവും കിട്ടും. ഇനി ഇതെല്ലാം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല, അല്ലേ? നമുക്ക് കാരണം നമ്മൾ ഇത്രയും കാലം ചെയ്ത് പ്രാക്ടീസ് ചെയ്തു വന്ന രീതി ആയിരിക്കുമല്ലോ നമ്മ ഇനി ചെയ്യാൻ പോകുന്നത്. പിന്നെ എനിക്കിത് പറ്റുന്നില്ല, ഇപ്പം തന്നെ ഞാൻ ഇതെല്ലാം കേട്ടി, ഇനി എനിക്കിപ്പോ നാളെ തന്നെ മാറണം, അല്ലേ? അങ്ങനെയൊന്നും മാറാൻ കഴിയില്ല. കാരണം ഖുർആനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും അള്ളാഹുവിന്റെ ഫേവറേറ്റ് അബുദായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമത്തിന് ഇറക്കി കൊടുത്തത് 23 വർഷം എടുത്തിട്ടാ. 13 വർഷം മക്കത്തും 10 വർഷം മദീനത്തും, അല്ലെ? ടൈം എടുക്കും. ഖുർആൻ അനുസരിച്ചിട്ട് നമ്മൾക്ക് മാർണിംഗ് ടൈം എടുക്കും, ബേബി സ്റ്റെപ്സ് എടുക്കുക. നമ്മളെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാവണം, നമ്മൾ ഓപ്പൺ ആയിരിക്കണം, മാറാൻ ഓപ്പൺ ആയിരിക്കണം. അല്ലാതെ അള്ള നോക്കിക്കോളുന്ന വെച്ചിട്ട് അനങ്ങാണ്ട് നിൽക്കാൻ പാടില്ല. ഓക്കെ, നമ്മളെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റെപ്പ് ഉണ്ടാവണം. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിലേക്ക് ആ ഒരു കണക്ഷന് ബിൽഡ് ചെയ്യാൻ വേണ്ടിക്ക് ദുആ ചെയ്യാം. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹുമ്മ അജ്അൽ ഹുബ്ബക അഹബ്ബ ഇലയ്യ മിൻ നഫ്സി. എന്റെ നഫ്സിനേക്കാൾ എനിക്കിഷ്ടം എന്റെ റബ്ബിനോടാവണം, അല്ലേ? ആ കൂട്ടരിലാവാൻ നമുക്ക് ദുആ ചെയ്യാം. ആ കൂട്ടരിൽ നമ്മളേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഖുർആനെ കുറിച്ച് പറയാം. ഖുർആനെ സൃഷ്ടിച്ചത് ലോകം സൃഷ്ടിക്കുന്നതിന് 50 വർഷങ്ങൾക്ക് മുമ്പ് 50 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല പേന സൃഷ്ടിച്ചു. ഓക്കെ, എന്നിട്ട് പറഞ്ഞു ഉക്തുബ്, എന്ത് എഴുതാൻ പറഞ്ഞു. എന്താ എഴുതാൻ പറഞ്ഞേ? നമ്മൾ എല്ലാവരുടെയും ഖദറും ഖുർആനും എഴുതാൻ പറഞ്ഞു. ഓക്കെ, സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അത് ലൗഹുൽ മഹ്ഫൂദിൽ സൂക്ഷിച്ചു. ഓക്കെ, കുറേ വർഷങ്ങൾക്ക് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം 7ാം ആകാശത്തുനിന്ന് അത് ഭൂമിയുടെ ആകാശത്തിലേക്ക് എത്തിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി നമുക്ക് ആ ഖുർആൻ എന്ന ഗിഫ്റ്റ് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നു. അപ്പം വളരെ വളരെ ഇരുട്ട് നിറഞ്ഞ ജാഹിലിയ കാലഘട്ടത്തിൽ അള്ളാഹു ഖുർആനിനെ ഒരു പ്രകാശമായിട്ട് ഇറക്കിയത്. സുബ്ഹാനല്ലാഹ്, അത് നമുക്കും പ്രകാശമാവണ്ടേ? ഈ ഖുർആന് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലൗഹുൽ മഹ്ഫൂദിൽ ഏറ്റവും അവിടെ ലൗഹുൽ മഹ്ഫൂദിൽ അവിടെ സൂക്ഷിച്ച ഖുർആന് മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെ, ഏറ്റവും ഫേവറേറ്റ് അബുദായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഏറ്റവും ഫേവറേറ്റ് അബുദായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് അബുദായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ എത്തിച്ച ഖുർആനാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ഖുർആനിനെ നമ്മൾ അതനുസരിച്ചിട്ട് കാണുന്നുണ്ടോ? ആ വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ടോ? ആ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടോ? നമ്മൾ ആലോചിക്കണം. അപ്പൊ ഖുർആൻ ഒരു ബുക്കായിട്ടല്ല ഇറക്കിയതല്ലേ? ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം വഴി വഹിയായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ആ ഓരോ വഹി ഇറങ്ങുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച വേദനകൾ നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലേ? സൂറത്തുൽ മാഇദയിൽ പറയുന്നുണ്ട്, ഒരു ദിവസം ഒരു വഹി ഇറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഒട്ടകത്തിന്റെ മേലെ ഉണ്ടായത്. ആ വഹി ഇറങ്ങുന്ന ആ ഒരു ഭാരം കൊണ്ട് ഒട്ടകത്തിന്റെ 4 കാട് ഒടിയുന്ന പോലെ ആയിട്ടുണ്ടായിരുന്നു. ഓരോ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വഹി ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച ഓരോ വിഷമങ്ങളും വേദനകളും നമ്മൾക്ക് ഓരോ ഹദീസിൽ നിന്ന് കാണാം. ഒരു ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഏറ്റവും തണുപ്പുള്ള രാത്രികളിൽ പോലും വഹി ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ മൊത്തം വേർത്ത് കുളിക്കുമായിരുന്നു. വേറൊരു ഹദീസിൽ കാണാം, ഒരു ദിവസം ഈ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാൻ അറിയില്ലല്ലോ, അപ്പൊ മറ്റു സഹാബാക്കൾ എഴുതി കൊടുക്കുമല്ലോ. അപ്പൊ ഒരു ദിവസം ഒരു കാലിന്റെ തൊടേന്റെ ഭാഗത്ത് ഒരു സഹാബിന്റെ തൊടേന്റെ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു എഴുതാൻ വേണ്ടി. ആ സമയത്ത് വഹി വന്നപ്പം ആ സഹാബിന്റെ കാൽ ഒടിഞ്ഞു പോകുന്ന അത്രയും വെയിറ്റാ ഫീൽ ചെയ്തിട്ടുണ്ടായത്. സുബ്ഹാനല്ലാഹ്, അത്ര വിഷമിച്ചിട്ടുണ്ട് നമ്മളെ മുത്തമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും വിഷമിച്ചിട്ടല്ലേ ഖുർആൻ നമ്മളിലേക്ക് എത്തിച്ചത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ വഹി ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടാവും? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, ഫസ്റ്റ് ഒരു മണി കിലുങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോൾ അന്നേരം മുതൽ ടെൻഷൻ ആകാൻ തുടങ്ങും, ബേജാറാകാൻ തുടങ്ങും, വിഷമം വരാൻ തുടങ്ങും.
ആ മണി കെലുങ്ങുന്ന ശബ്ദം പോയി കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. ഓരോ പ്രാവശ്യം ആ വഹി വരുമ്പോൾ ഞാനിപ്പം മരിച്ചു പോകൂന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടെന്ന. അത്ര വേദന അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഖുർആൻ എടുക്കുമ്പോൾ നമുക്ക് ആ വെയിറ്റ് ഫീൽ ചെയ്യലുണ്ട് എപ്പെങ്കിലും. അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള അള്ളാഹുവിന്റെ കലാമാണ് നമ്മളെ കയ്യിലുള്ളത്. ചില വീട്ടിലത് പൊടി പിടിച്ചിട്ടായിരിക്കാം, എവിടെയോ ആയിരിക്കാം, അതിന് ആ ബഹുമാനം കൊടുക്കുന്നുണ്ടോ നമ്മള്? അപ്പൊ നമ്മളെല്ലാരും ഖുർആനിനെ അത്ര മഹത്വമായി കാണണം, അല്ലേ? നമ്മൾ ഇന്നു മുതൽ ഖുർആൻ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതെല്ലാം പോവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച ആ വേദനകളും ആ വിഷമങ്ങളും. അപ്പൊ ഖുർആൻ അപ്പൊ അന്നേരം വഹിയായിട്ടാ വന്നത്. അപ്പൊ എഴുതിയ ഫോമിലായിരുന്നില്ല, അല്ലേ? അപ്പൊ പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് അതൊരു ബുക്ക് ഫോമിലാക്കിയിട്ട് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ കൊടുത്തത്. എന്നിട്ട് പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ഇത് പ്രിന്റ് ചെയ്തിട്ട് ഒരു ബുക്ക് ഫോമിലാക്കുന്നത്. ഓക്കെ. അപ്പൊ അന്നേരം ഹർക്കത്തൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അറബികൾക്കിടയിലല്ലേ ഖുർആൻ, അവർക്ക് വായിക്കാൻ ഹർക്കത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നീട് അത് അപ്പുറത്ത് വേറെ അനർബികളുടെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് വായിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഹർക്കത്തിട്ടിട്ട് ഖുർആൻ ഇറക്കിയത്. അപ്പം നമ്മൾ ഓരോരാളുടെ കയ്യിലുള്ള ഖുർആൻ, ഇല്ലേ, അത്രയും ബുദ്ധിമുട്ടിയിട്ടുള്ള ഖുർആൻ നമ്മൾ ആ ഒരു അപ്രോച്ചിൽ കാണാം. ഖുർആൻ റബിയ ഖൽബി വനൂറ സ്വദ്രി വജലാ ഹുസ്നി വസഹാബ ഹമ്മിയാക്കാൻ നമ്മൾ ദുആ ചെയ്യാം. എപ്പോഴും ഓരോ നിസ്കാരത്തിന് ശേഷം നമുക്ക് ദുആ ചെയ്യാം. ഇവിടുന്ന് കിട്ടുന്ന ഓരോ ഇൽമും നമ്മൾ അമലാക്കണം. നമ്മളെ ജീവിതം ഇനി നമ്മൾ കാണുന്ന ആൾക്കാർ ഖുർആനികമായിട്ട് നമ്മൾ ജീവിതം മാറ്റിയിട്ട് ഇൻസ്പയറിംഗ് ആയിരിക്കണം നമ്മൾ ലൈഫ് കൊണ്ട്. ഖുർആനിന് ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ ജീവിച്ചിട്ട് ഇൻസ്പയർ ചെയ്യണം എല്ലാരും. ഖുർആനിന്റെ വഴിയിലേക്ക് ക്ഷണിക്കണം നമ്മളെ ജീവിതം കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ എല്ലാം നമുക്ക് നേടുന്ന ഇൽമിനെ അമലാക്കുന്നവരെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖുർആനിനെ അതിന്റെ ആ ബഹുമാനം അനുസരിച്ചിട്ട് നമ്മൾ അതിനെ പാരായണം ചെയ്യാനും നമ്മളെ ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ മനസ്സിലുള്ള അഹങ്കാരം, അഹംഭാവം, അഹന്ത ഇതെല്ലാം മാറ്റിയിട്ട് സ്വർഗത്തിൽ, കാരണം അതിന്റെ ഒരു അംശം പോലും ഉണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പ്രവേശനം ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ അതെല്ലാം മാറിയിട്ട് അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് അള്ളാഹുവിന്റെ ഫേവറേറ്റ് അബദുകളുടെ കൂട്ടത്തിൽ, അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ബാക്കി സഹാബാക്കളുടെ കൂട്ടത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ ഇരുത്തത്തിനെ അള്ളാഹു സ്വാലിഹായി അമലായി സ്വീകരിക്കട്ടെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربي ارحمهما كما ربياني صغيرا اللهم إني أسألك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي لا إله إلا أنت سبحانك إني كنت من الظالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا الحمد لله رب العالمين جزاك الله خير. السلام عليكم ورحمة الله وبركاته.